എന്താ നിന്റെ തീരുമാനം? ഇവിടെ നിൽക്കുന്നോ അതോ തറവാട്ടിലേക്ക് വരുന്നോ? മീനാക്ഷി അഭിയെയും കൂട്ടി മുകളിലേക്ക് പോയതും രാജേന്ദ്രനും അർജുനും ലിവിംഗ് റൂമിൽ ഇരിപ്പായിരുന്നു. അതിനിടയിലാണ് രാജേന്ദ്രൻ അർജുനോട് ചോദിക്കുന്നത്. എന്തെന്നാൽ അദ്ദേഹത്തിന് ഇനി ഇവിടെ നിൽക്കുവാൻ കഴിയില്ല. പാടത്ത് വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇവിടെ നിന്നാൽ എല്ലാം നശിച്ചു പോവും. അതുകൊണ്ട് ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് മടങ്ങാനാണ് രാജേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്ര വരെ ആയില്ലേ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ഞാൻ വരാം. രാജേന്ദ്രൻ ചോദിച്ചതും തക്ഷണം മറുപടി വന്നിരുന്നു അർജുന്റെ ഭാഗത്തു നിന്നും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വല്ലാത്ത ഭാവത്തിൽ രാജേന്ദ്രൻ അർജുനെ നോക്കി. എന്ത് എന്താ വല്യമാമ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. നിന്നെ എന്നോളം അറിയുന്ന വേറെ ആരുമില്ല അർജു. വീണ്ടും രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും അവന് മനസ്സിലാകാത്ത വിധത്തിലുള്ള സംസാരം. എന്താ മാമ, കാര്യം വ്യക്തമായി പറയ്. എനിക്ക് വല്യമാമ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. നെറ്റി ചുളിച്ചുകൊണ്ടുള്ള അവന്റെ സംസാരം. വലിയമാമ മനസ്സിൽ എന്തൊക്കെയോ വെച്ചാണ് സംസാരിക്കുന്നതെന്ന് അവന് വ്യക്തമാകുന്നുമുണ്ട്. ഒരു കാര്യം മാത്രം നിനക്ക് ഓർമ്മ വേണം. നാടകമായാലും എഗ്രിമെന്റ് ആയാലും അവൾ ഹർഷന്റെ ഭാര്യയാണ്. 1 വർഷത്തേക്കാണെങ്കിൽ പോലും എപ്പോഴും നിനക്കത് ഓർമ്മ വേണം. മാമ എന്തൊക്കെയായി ഈ പറയുന്നത്? രാജേന്ദ്രൻ തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു തീരുന്നതിനു മുമ്പേ അർജുൻ ഇടപെട്ടു. തെറ്റ് വരുത്തരുത്. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ സമയമെടുക്കും. അരുതാത്തതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. വല്യമ്മാമയുടെ വിധി നിനക്കും വരാതിരിക്കാനാ ഞാനിപ്പോൾ നിന്നോട് പറയുന്നത്. വല്യമ്മാമ, ഞാൻ അങ്ങനെയൊന്നും... അർജുൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ രാജേന്ദ്രൻ തടഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് മാത്രമാണ് വല്യമ്മാമ ഇപ്പോൾ പറയുന്നത്. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഇറങ്ങും. അത്രയും പറഞ്ഞ് അർജുന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റുപോയി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ താക്കീതുമുണ്ടായിരുന്നു. ഒരിക്കലും തെറ്റ് സംഭവിക്കരുത് എന്ന പോലെ. കുറച്ചു നിമിഷം അർജുൻ അതേ അവസ്ഥയിലായിരുന്നു. വല്യമ്മാമ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ തന്നോട് ഇങ്ങനെ പറഞ്ഞത്? അഭിയോട് ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യം കണ്ടുകൊണ്ടാണോ? അല്ലെങ്കിൽ എന്റെ മനസ്സ് കണ്ടുകൊണ്ടാണോ? 1 വർഷം കഴിഞ്ഞാൽ അവൾ ഹർഷന്റെ ജീവിതത്തിൽ നിന്ന് പോകില്ലേ? പിന്നെന്താ? ഒരിക്കലും തന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കില്ലെന്ന് അവന് ഉറപ്പുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ അവന്റെ മനസ്സ് അഭി എന്ന പെണ്ണിലേക്ക് ലയിക്കുന്നുണ്ടോ എന്ന് അവന് പോലും വ്യക്തമല്ല. യാത്രയും ചോദിച്ചു രാജേന്ദ്രൻ നന്ദനത്തിൽ നിന്ന് പാലക്കാട്ടേക്ക് തിരിച്ചു. പോകുന്നതിന് മുൻപ് ഒന്നുകൂടി അർജുനെ ഓർമ്മപ്പെടുത്തിയിരുന്നു രാജേന്ദ്രൻ. അരുതാത്തതൊന്നും മനസ്സിൽ തോന്നരുതെന്ന്. അതേസമയം തന്നെ അതൊക്കെ മാമയുടെ തോന്നലാണെന്ന് അവൻ രാജേന്ദ്രനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഹർഷനില്ലാത്തതിലുള്ള ആശ്വാസം അഭിക്ക് നല്ലതുപോലെ ഉണ്ട്. എന്നാലും പല രാത്രികളിലും അവന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവൾ പേടിച്ച് ഞെട്ടി ഉണരും. ഇടയ്ക്കിടയ്ക്ക് നന്ദിനി പറയും, 6 മാസം കഴിഞ്ഞാൽ ഹർഷൻ വരും. ഇന്നലെ വിളിച്ചപ്പോൾ പോലും അങ്ങനെയാ പറഞ്ഞതെന്ന്. ഹർഷന്റെ വരവ് ഓർക്കുമ്പോഴേ പെണ്ണിന്റെ മനസ്സ് പിടയ്ക്കും. ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ അവൾക്ക് ഭയമേറുകയാണ്. ഏത് നിമിഷവും അവന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഭയത്തോടെയാണ് അവൾ ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുന്നത്. ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് നന്ദിനിയിൽ മാറ്റങ്ങളും കണ്ടു തുടങ്ങി. ഇപ്പോൾ ഭക്ഷണം സ്വയം എടുത്ത് കഴിക്കാൻ നന്ദിനിക്ക് കഴിയുന്നുണ്ട്. കാലുകൾ അനക്കാൻ സാധിക്കുന്നു. നന്ദിനിയുടെ കൂടെ മുഴുവൻ സമയവും അഭിയും ഉണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾക്കിപ്പോൾ നന്ദിനിയെ വിട്ടുപിരിയാൻ കഴിയുന്നില്ല. തന്റെ അമ്മയെയാണ് അവൾ നന്ദിനിയിൽ കാണുന്നത്. തന്റെ അമ്മയെ കാണാൻ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇനിയും മാസങ്ങളുണ്ടെന്ന് അവൾ ഓർത്തു. അമ്മയെ ഓർക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയാൽ മതിയെന്ന് അവൾ ചിന്തിക്കും. പക്ഷേ 6 മാസം കഴിഞ്ഞാൽ ഹർഷൻ വരുമെന്ന് ഓർക്കുമ്പോൾ ദിവസങ്ങൾ കടന്നു പോകാതിരുന്നാൽ മതിയെന്ന് അവൾ പ്രാർത്ഥിച്ചു പോകും. അതിനിടയിൽ മാധവന് ആദ്യം തോന്നിയ അകൽച്ചയൊന്നും അഭിയോട് ഇപ്പോൾ ഇല്ല. എന്തെന്നാൽ നന്ദിനിയോടുള്ള അവളുടെ സ്നേഹം മാധവന് ബോധ്യപ്പെട്ടതാണ്. നന്ദിനിയിലുള്ള ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം അഭിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഡോക്ടറും അത് ശരിവയ്ക്കുകയും ചെയ്തു. പൂജയ്ക്ക് ബാംഗ്ലൂർ ഇന്റർവ്യൂ ഉണ്ടായതുകൊണ്ട് മീനാക്ഷിയും അവളുടെ കൂടെ പോയിരിക്കുകയാണ്. ഇനി 1 മാസം കഴിഞ്ഞേ വരൂ. ട്രെയിനിങ്ങും കഴിഞ്ഞ് 2 പേരും ഇനി ചെന്നൈക്ക് തിരിച്ചുള്ളൂ. അഭി വീട്ടിലുള്ളത് മീനാക്ഷിക്കും ആശ്വാസമാണ്. എന്തെന്നാൽ തന്നെക്കാൾ കൂടുതൽ അഭി കാര്യങ്ങൾ നോക്കുമെന്ന് മീനാക്ഷിക്ക് അറിയാം. അതിനിടയിൽ അർജുനും അഭിയും നല്ല സുഹൃത്തുക്കളുമായി. പക്ഷേ താൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും അർജുൻ ഇതുവരെ അഭിയോട് ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊയ്ക്കോട്ടെ എന്ന് അവനും കരുതി. ഇപ്പോഴും അഭി മൃദു സമീപനം തന്നെയാണ് തുടർന്നു പോകുന്നത്. എന്തെന്നാൽ ഒരു നാൾ ഹർഷൻ വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. താൻ വീണ്ടും കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ ആയാലോ? ആ ഭയം കൊണ്ട് മാത്രം ഇപ്പോഴും അവൾ എല്ലാവരോടും പരിമിതിയിലെ സംസാരിക്കും. മുന്നോട്ടും അത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. പാലക്കാട്ടേക്ക് പോയതിനു ശേഷം 1-2 തവണ രാജേന്ദ്രൻ നന്ദനത്തിലേക്ക് വന്നിരുന്നു. 1-2 ദിവസം നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് തന്നെ പോകും. അതിനിടയിൽ അർജുനും കുറച്ചു ദിവസം പാലക്കാട്ടേക്ക് പോയിരുന്നു. അങ്ങനെ ഓരോ ദിനങ്ങളും കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു.
ഹർഷന്റെയും അഭിയുടെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 6 മാസവും 10 ദിവസവുമായിരിക്കുന്നു. ഓരോ ദിവസങ്ങളും അവൾ കലണ്ടറിൽ രേഖപ്പെടുത്തും. തന്റെ കോൺട്രാക്ട് വൈഫ് എന്ന പദവി തീരാനുള്ള ദിവസങ്ങളുടെ കാത്തിരിപ്പിലായിരുന്നു അവൾ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിയാൽ മതിയെന്നായി പെണ്ണിന്. തന്റെ അമ്മയെക്കുറിച്ച് ഒരു വിവരവും അറിയാത്തതിനുള്ള അസ്വസ്ഥത ഓരോ ദിനങ്ങൾ കഴിയുന്തോറും പെണ്ണിന് കൂടി വരികയാണ്. ഒന്ന് ഫോൺ ചെയ്താലോ എന്നുപോലും പലവട്ടം അവൾ ആലോചിച്ചു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഹർഷൻ അറിഞ്ഞാൽ പിന്നീടുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ് അവൾ ചെയ്തിരുന്നത്. ഇന്നും പതിവുപോലെ രാത്രിയിലുള്ള ഭക്ഷണം നന്ദിനിക്ക് കൊടുത്ത ശേഷം അവളും കഴിച്ച് റൂമിലേക്ക് വന്നു. നേരെ അവൾ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി. പിന്നീട് അവൾ ഡ്രോയർ തുറന്ന് അതിൽ നിന്ന് കലണ്ടറും പെന്നും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഓരോ ദിനം കഴിയുമ്പോഴും അവൾ അക്കങ്ങൾ വെട്ടിമാറ്റുകയാണ് ചെയ്യാറ്. പതിവുപോലെ ഇന്നും അവൾ ഈ ദിവസത്തെ വെട്ടിമാറ്റി. ഒപ്പം എണ്ണാൻ തുടങ്ങുകയും ചെയ്തു. 6 മാസവും 23 ദിവസങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഹർഷൻ പോയതിനു ശേഷമുള്ള അവളുടെ കലാപരിപാടിയാണ് ഇത്. ദിനങ്ങൾ വെട്ടിമാറ്റുക, എണ്ണി തിട്ടപ്പെടുത്തുക. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോ ദിവസവും കഴിഞ്ഞതിലുള്ള ആശ്വാസം അവൾക്കുണ്ടാകും. എല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും അതൊക്കെ എടുത്ത് ഡ്രോയറിനകത്തേക്ക് വെച്ച് പൂട്ടി. കണ്ണനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അവൾ എന്നും കിടക്കാറുള്ള സോഫയുടെ അരികിലേക്ക് ചെന്നു. കിടക്കാനായി സോഫയിലേക്ക് ഇരുന്നതും പുറത്തുനിന്ന് കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. ഈ പാതിരാത്രിക്ക് ആരാണാവോ എന്ന സംശയം പെണ്ണിനുണ്ടായിരുന്നുവെങ്കിലും താഴെ മാധവമാമ ഉണ്ടായതുകൊണ്ട് അവൾ തലപുകയ്ക്കാൻ നിന്നില്ല. പിന്നീട് കോളിംഗ് ബെൽ കേൾക്കാത്തപ്പോൾ അവൾക്ക് മനസ്സിലായി മാധവമാമ ഡോർ തുറന്ന് നോക്കിയിട്ടുണ്ടാകുമെന്ന്. അതുമല്ല, അജുവേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അജുവേട്ടനായിരിക്കും വന്നതെന്നും അവൾ ഊഹിച്ചു. പിന്നീട് ഒരു നിമിഷം വൈകിച്ചില്ല, അവൾ സോഫയിലേക്ക് ചരിഞ്ഞു കിടന്നു. വീണ്ടും ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ കടന്നു വന്നതും അവൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തിപ്പൂട്ടി നിദ്രയെ പുൽകി. എന്നാൽ അതേ സമയമാണ് അഭി തന്റെ റൂമിന്റെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടതും നിദ്രയെ പുൽകിയിരുന്നവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. വീണ്ടും വാതിൽ കൊട്ടുന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോഴും പെണ്ണ് ചെറിയ ഉറക്കപ്പിച്ചിലാണ്. അതേ ഉറക്കപ്പിച്ചിൽ പോയി അവൾ വാതിൽ തുറന്നതും മുന്നിൽ തന്നെ ഭസ്മമാക്കാൻ എന്ന പോലെ തന്നെ തുറിച്ചു നോക്കുന്നവനെയാണ് അവൾ കണ്ടത്. പെടുന്നനെ അവളുടെ ഉറക്കമൊക്കെ എവിടെയൊക്കെയോ ഓടി മറഞ്ഞു. അവനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഭയം കടന്നുകൂടി. മാറി നിക്കടി! തന്നെ തുറച്ചു നോക്കുന്നവളെ കണ്ടതും അവൻ അലറുകയായിരുന്നു. ഇപ്പോഴും ചെക്കന് ആ രൗദ്രഭാവം തന്നെ. പെടുന്നനെ പെണ്ണ് വാതിലരികിൽ നിന്നും മാറി നിന്നു. അവന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും പെണ്ണിന്റെ ശരീരം പോലും വിയർക്കാൻ തുടങ്ങി. 6 മാസമായി ഉണ്ടായിരുന്ന സമാധാനം നശിച്ചിരിക്കുന്നു. ഇനിയും തന്റെ ജീവിതം ദുഃഖക്കയത്തിലേക്കോ? ധരിച്ചിരിക്കുന്ന ചുരിദാറിൽ അവളുടെ കൈകൾ മുറുകി. അവളുടെ ടെൻഷൻ മനസ്സിലാക്കുന്നത് പോലെ അവളുടെ ചെന്നിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ നിലം പതിക്കുന്നുമുണ്ട്. റൂമിലേക്ക് കയറി വന്നവൻ കയ്യിലുള്ള ബാഗ് ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ച് കബോർഡിൽ നിന്ന് ഒരു ഷോർട്സും ടീഷർട്ടും എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി. അഭി എന്നൊരു പെണ്ണ് ആ റൂമിൽ ഉണ്ടെന്ന് പോലും അവൻ ശ്രദ്ധിക്കുന്നില്ല. പഴയ ഭാവം തന്നെ ഇപ്പോഴും. അല്പനേരം കൂടി അവൾ തറഞ്ഞു നിൽക്കുക തന്നെ ചെയ്തു. അവൻ വന്ന ഷോക്കിൽ നിന്ന് പെണ്ണ് ഇപ്പോഴും മുക്തമായിട്ടില്ല. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടിക്കൊണ്ട് തന്റെ ലോകത്തേക്ക് വന്നത്. അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് 2 നീർത്തുള്ളികൾ നിലം പതിക്കുകയും ചെയ്തു. ഇപ്പോഴും മറക്കാൻ കഴിയാത്ത രാത്രിയെക്കുറിച്ചാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഭയന്ന് വേദനയോടെ കഴിച്ചുകൂട്ടിയ ആ രാത്രി. "എടീ!" വീണ്ടും അവന്റെ അലർച്ച കേട്ടതും പെണ്ണ് തിരിഞ്ഞു നോക്കി. ബാത്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഹർഷൻ. "കിടക്കുന്നില്ലേ?" വീണ്ടും ഗൗരവത്തിലുള്ള അവന്റെ സംസാരം. അവൾ ഒന്നും പറഞ്ഞില്ല. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ താൻ കിടക്കാറുള്ള സോഫയുടെ അടുത്തേക്ക് നീങ്ങി. അതേസമയം വാഷ്റൂമിന്റെ മുന്നിൽ നിന്നും അവനും ബെഡിന്റെ അരികിലേക്ക് നടന്നു. അവൻ കിടക്കാൻ പോകുന്നത് കണ്ടതും അവളും സോഫയിലേക്ക് ചരിഞ്ഞു കിടന്നിരുന്നു. അപ്പോഴും അവളുടെ ഹൃദയം പടപടാന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അവനോടുള്ള ഭയം പെണ്ണിന് ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് എങ്ങനെ? ആ ചോദ്യം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. വേദന നിറഞ്ഞതായിരിക്കുമോ? പറയുന്ന വാക്കുകളിൽ പോലും ശ്രദ്ധ കാട്ടേണ്ടേ? നന്ദിനി അമ്മയോട് പഴയതുപോലെ ഇടപെടാൻ കഴിയുമോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമാകുമോ? ചോദ്യങ്ങൾ പലതും മനസ്സിലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോവുകയും ചെയ്തു. അല്പസമയം കൂടി ബെഡിന്റെ ഓരമായി അവൻ നിന്നു. ഒപ്പം തന്റെ മുന്നിൽ ചരിഞ്ഞു കിടക്കുന്നവളെയും അവൻ നോക്കി കാണുന്നുണ്ട്. പഴയതുപോലെയല്ല, പെണ്ണൊന്ന് തുടുത്തിട്ടുണ്ടെന്ന് അവൻ ഓർത്തു. ഈ 6 മാസം താൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിച്ചവൾ, വിശ്വസിക്കാൻ കഴിയുന്നവളാണെന്ന് അവൻ മനസ്സിലോർത്തു. എന്തായാലും 25 ലക്ഷം രൂപയുടെ പണി ചെയ്യുന്നുണ്ട്. ഇനി 5 മാസം കൂടി. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവനും ബെഡിലേക്ക് വീണിരുന്നു. കെട്ടിയവൻ വന്നപ്പോൾ നമ്മളെയൊന്നും വേണ്ടാതായോ?
കുറച്ചു മാറി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്നവളോട് പത്രം വായിച്ചു കൊണ്ടിരുന്നവൻ തമാശ രീതിയിൽ ചോദിച്ചു. ആ ചോദ്യത്തിനു പുറകിൽ അർജുനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കണ്ണുകളിലെ പിടപ്പ്, അതൊരു പ്രത്യേക ചന്തമാണ് കാണാൻ. പറഞ്ഞതുപോലെ തൻ്റെ കെട്ടിയോൻ്റെ കാര്യം പറഞ്ഞതും അവളുടെ കണ്ണുകളിലെ കൃഷ്ണമണി ഓടി നടക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ, ഇനി അവിടെ തന്നെ നിൽക്കേണ്ട. സ്റ്റെപ്പുകളിൽ തറഞ്ഞു നിൽക്കുന്നവളോട് വീണ്ടും അർജുൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി പതിഞ്ഞ രീതിയിൽ പുഞ്ചിരി നൽകി നേരെ നന്ദിനിയുടെ റൂമിലേക്ക് പോയി. അല്ലെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് അവൻ അത്രയേ പ്രതീക്ഷിച്ചതുമുള്ളൂ. അവൻ പോയി കഴിഞ്ഞതും കയ്യിലുള്ള പത്രം മടക്കി അവൻ ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഓരോ ചിന്തയിലേക്കായിരുന്നു. ഒപ്പം പുതിയ അതിഥിയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരുന്നില്ല അർജുൻ. നന്ദിനിയുടെ റൂമിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും നന്ദിനിയുടെ അടുത്തിരിക്കുന്നവളെ കണ്ടു അഭി സംശയത്തോടെ നോക്കി. എന്തെന്നാൽ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയൊരു മുഖം അവൾ കണ്ടിട്ടില്ല. ആരായിരിക്കും എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നെങ്കിലും കൂടുതൽ തലപുകയ്ക്കാൻ പെണ്ണ് നിന്നില്ല. ആരാണെങ്കിലും അവൾക്ക് അറിഞ്ഞതുകൊണ്ട് ഒരു ഗുണവുമില്ലല്ലോ. ഇതേസമയം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നന്ദിനിയും അടുത്തിരിക്കുന്ന പെൺകുട്ടിയും തിരിഞ്ഞു നോക്കിയിരുന്നു. അവിടെ തന്നെ നിൽക്കാതെ കയറി വാ മോളെ. വാതിലിനരികിൽ നിൽക്കുന്നവളെ കണ്ടതും നന്ദിനി അടുത്തേക്ക് വിളിച്ചു. ചെറു പുഞ്ചിരിയോടെ അഭി നന്ദിനി വിളിച്ച ഉടനെ അടുത്തേക്ക് നീങ്ങി. ഒപ്പം നന്ദിനിയുടെ അടുത്തിരിക്കുന്നവളെയും അഭി നോക്കുന്നുമുണ്ട്. ഇതാണ് മോളെ ഹർഷന്റെ ഭാര്യ. തൻ്റെ അടുത്തിരിക്കുന്നവൾക്ക് അഭിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നന്ദിനി. അതേസമയം ആ പെൺകുട്ടിയുടെയും അഭിയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഒപ്പം അഭിയെ മൊത്തത്തിൽ വീക്ഷിക്കുകയും ചെയ്യുന്നുമുണ്ട് പെണ്ണ്. എന്നാൽ അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കുന്നുമുണ്ട് അഭി. അഭി ആ പെൺകുട്ടിക്ക് ചെറു പുഞ്ചിരി കൈമാറി. തിരിച്ച് അഭിയെ നോക്കി അവൾ പുഞ്ചിരിച്ചു. മോൾക്ക് മനസ്സിലായോ ഈ കുട്ടിയെ? നന്ദിനി ചോദിച്ചതും അഭി തലയാട്ടിക്കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ദച്ചുവിന് പകരം ദൈവം എനിക്ക് തന്ന മോളാ അനുശ്രീ. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചെറു പുഞ്ചിരിയോടെ പറയുന്ന നന്ദിനിയെ അഭി നോക്കിക്കാണുകയായിരുന്നു. എത്രമാത്രം ഇപ്പോൾ നന്ദിനിയമ്മ സന്തോഷിക്കുന്നുണ്ടെന്ന് അഭിക്ക് മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ നന്ദിനി പറഞ്ഞതിനുള്ള പൊരുൾ എന്താണെന്ന് അഭിക്ക് മനസ്സിലായതുമില്ല. മോൾക്ക് മനസ്സിലായില്ല അല്ലേ? പറയാൻ ഒരുപാടുണ്ട് മോളെ. ഹർഷൻ എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം തരുമെന്ന് ഈ അമ്മ പ്രതീക്ഷിച്ചതേയല്ല. ഇപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം തോന്നുന്നു. ദൈവം അങ്ങനെയൊന്നും നമ്മളെ കൈവിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. വീണ്ടും നന്ദിനി ഓരോന്ന് പറയുകയാണ്. പക്ഷേ ഒന്നും അഭിക്ക് വ്യക്തമാകുന്നില്ല. അത് അവളുടെ മുഖഭാവത്തിലൂടെ അവൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എൻ്റെ നന്ദിനിയമ്മേ, അങ്ങനെ പറഞ്ഞാലൊന്നും അഭിക്ക് മനസ്സിലാകില്ല. ഇന്നലെ രാത്രിയല്ലേ നന്ദിനിയമ്മയും അനുവിനെ കാണുന്നത്. ഇതുവരെ ഇങ്ങനൊരു പെൺകുട്ടി ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അഭിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്ക്. നന്ദിനിയുടെ സംസാരം കേട്ടുകൊണ്ടുവന്ന അർജുൻ പറഞ്ഞതും നന്ദിനി അഭിയെ നോക്കി. അർജുൻ പറഞ്ഞത് ശരിയാണെന്ന് നന്ദിനിക്ക് മനസ്സിലായി അഭിയുടെ മുഖഭാവം കാണുമ്പോൾ. ഞാനത് ഓർത്തില്ല അർജു. മോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പറയാൻ ഒരുപാടുണ്ട് കുട്ടി. അമ്മ വിശദമായി പറഞ്ഞു തരാട്ടോ. തൻ്റെ അരികിലിരിക്കുന്ന അഭിയുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറയുകയാണ് നന്ദിനി. അതേസമയം നന്ദിനിക്ക് അഭിയോടുള്ള സ്നേഹം നോക്കിക്കാണുകയായിരുന്നു അർജുനും അനുവും. ആ സ്നേഹം കാണുമ്പോൾ രണ്ടുപേരുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് നന്ദിനി 3 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയായിരുന്നു അഭിയോട്. തൻ്റെ ജീവിതത്തിൽ ദുരിതം കൊണ്ടുവന്ന ദിവസം, തൻ്റെ ഭർത്താവിനെയും മകളെയും നഷ്ടപ്പെട്ട ദിവസം, തന്നെ കട്ടിലിൽ തളർത്തപ്പെട്ട ദിവസം. അന്ന് ഈ കുടുംബം മാത്രമല്ല മറ്റൊരു കുടുംബവും അനാഥമായിരുന്നു. അതിലെ അവസാന കണ്ണിയായിരുന്നു അനുശ്രീ. ഈ 2 വർഷത്തിനിടയിൽ ഹർഷൻ അനുശ്രീയെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും നാളും ചികിത്സയിലായിരുന്നു അനു. അവിടെ നിന്ന് 6 മാസം മുമ്പ് ഹർഷൻ UK-യിലേക്ക് അവളെയും കൊണ്ടുപോയി. UK-യിലെ ചികിത്സ അവൾക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞതും ഉടൻ തന്നെ ഹർഷൻ അനുവിനെയും കൊണ്ട് UK-യിലേക്ക് പോവുകയായിരുന്നു. അനുവിനെയും കൊണ്ട് ഇന്നലെ രാത്രി ഇവിടേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാധവനോടും അർജുനോടും നന്ദിനിയോടും ഹർഷൻ പറയുന്നത്. അതുമാത്രമല്ല, അനുവിന് ഇനി വേറെ ആരുമില്ല. അന്നത്തെ ആക്സിഡന്റിൽ അനുവിന് അവളുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും കാലം ആരോടും പറയാതെ അനുവിനെ സംരക്ഷിക്കുകയായിരുന്നു ഹർഷൻ. ചികിത്സക്കിടയിൽ അനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു വേദന കൂടി നന്ദനത്തിനുള്ളവർ അനുഭവിക്കേണ്ടെന്ന് അവൻ കരുതി. അതുമാത്രമല്ല, തൻ്റെ അമ്മയെ ഇനിയും സങ്കടത്തിലേക്ക് കൊണ്ടുപോകരുതെന്നും ഡോക്ടർ പറഞ്ഞത് അവൻ അനുസരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അനു പൂർണ്ണ ആരോഗ്യവതിയായാൽ മാത്രമേ നന്ദനത്തിലേക്ക് അവളെ കൊണ്ടുവരുമെന്ന് അവൻ നിശ്ചയിച്ചിരുന്നു. അനു ആരാണെന്ന് മാത്രം നന്ദിനി അഭിക്ക് പറഞ്ഞു കൊടുത്തു. ഇനി അനു ഇവിടെ ഉണ്ടാകുമെന്നും. ഇപ്പോൾ മനസ്സിലായോ അഭി അനു ആരാണെന്ന്? അർജുൻ ചോദിച്ചതും മനസ്സിലായി എന്ന മട്ടിൽ അഭി തലയാട്ടി കാണിച്ചു. പിന്നീട് അഭി അവിടെ നിന്നില്ല. എല്ലാവരും ഉള്ളപ്പോൾ അവൾക്ക് എന്തോ താനൊരു അധികപ്പറ്റായതുപോലെ തോന്നി. അല്ലെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ വന്നവൾ അങ്ങനെയല്ലേ നിൽക്കാൻ പാടുള്ളൂ. ഇനി 5 മാസം കൂടി അഭിനയം നിർത്തി അഭിയായി ജീവിക്കാൻ.
അനു ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അന്ന് അഭിയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതേ ഹോസ്പിറ്റലിൽ അനുവും ഉണ്ടായിരുന്നു. അനുവിന് കാവൽ നിൽക്കുമായിരുന്നു രോഹനും അകത്തും. ഇനി നന്ദനത്തിൽ അനുവും ഉണ്ടാകും. മുന്നോട്ട് എന്താകുമെന്ന് കാണാം. ഹർഷന്റെ ഭാര്യയായി അഭിയെ അനു സ്വീകരിക്കുമോ? അറിയാനായി തുടർന്നുള്ള ഭാഗങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.